ഹലോ. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 വരികയാണ്. 2-3 ആഴ്ച മുമ്പ് അതിൻ്റെ പ്രൊമോ വന്നിരുന്നു. പ്രൊമോ വന്നപ്പോൾ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഫെബ്രുവരിയിൽ ഉണ്ടാകും എന്നാണ്. പക്ഷേ ഇതുവരെ അതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരി അവസാനം അല്ലെങ്കിൽ മാർച്ച് ആദ്യ വാരത്തിൽ ബിഗ് ബോസ് സീസൺ 6 മലയാളം വരും എന്നാണ്. ഏഷ്യാനെറ്റ് ആവട്ടെ ഇപ്പോൾ പൊട്ടിക്കും എന്ന് പറയുന്നതല്ലാതെ അതിനെപ്പറ്റി പുതിയ അപ്ഡേറ്റ്സ് ഒന്നും ഇതുവരെ പുറത്ത് വിട്ടിട്ടുമില്ല. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാനേ വഴിയുള്ളൂ അടുത്ത പ്രൊമോ അല്ലെങ്കിൽ ലോഞ്ച് ഡേറ്റ് എന്നാന്നുള്ള അനൗൺസ്മെൻറ്റ് വരുന്നത് വരെ. എന്തായാലും ബിഗ് ബോസിന് വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ് നിങ്ങളോടൊപ്പം. അപ്പോൾ വെൽക്കം ടു ജംഗിൾ മൈൻഡ്സ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ. അപ്പം ഇവിടെ ബിഗ് ബോസ് സീസൺ 6 മലയാളം വരാൻ പോകുന്നതേ ഉള്ളൂ 2024 ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ചിൽ. ഹിന്ദിയിൽ ബിഗ് ബോസ് സീസൺ 17 കഴിഞ്ഞു 2 ദിവസം മുമ്പ്. അതായത് 17ാമത്തെ സീസൺ, 17ാമത്തെ വർഷം ആയിരിക്കുന്നു അവിടെ ബിഗ് ബോസ് ബോസിൻ്റെ ബിഗ് ബോസ് സീസൺ 17 വിജയി മുനവർ ഫാറൂഖി എന്ന ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. അതിനെപ്പറ്റി കുറേ വിവാദങ്ങളും മറ്റും ഉയർന്നിട്ടുണ്ട്. ഈ ബിഗ് ബോസ് സീസൺ 17 വിജയി ആദ്യമേ ഫിക്സ് ചെയ്തതാണെന്നും സ്ക്രിപ്റ്റിനനുസരിച്ചുള്ള കളി മാത്രമാണ് അവിടെ നടന്നതെന്നും ഒക്കെയാണ് ചില നെറ്റിസൺസ് എങ്കിലും പറയുന്നത്. അതേസമയം മുനവർ ഫാറൂഖി തൻ്റെ പേഴ്സണൽ ലൈഫിനെ, തൻ്റെ ലവ് അഫെയറിനെ മറ്റും ഇതിൻ്റെ വിജയത്തിനായിട്ട് ഉപയോഗിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ട്. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ജയിക്കാനുള്ളവൻ ജയിച്ചു. ബിഗ് ബോസ് 17 കപ്പുമായിട്ട് കക്ഷി മുംബൈയിൽ വന്നിറങ്ങിയിട്ടുണ്ട്. അവിടെ ഫാൻസിൻ്റെ എല്ലാം പ്രളയമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകൾ നമ്മൾ മീഡിയയിൽ കാണുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 ആയിട്ടുള്ള മലയാളത്തിൽ എന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ്, അതായത് തമിഴ്, തെലുങ്ക്, കന്നഡ എല്ലായിടത്തും ഇത് തന്നെയായിരിക്കും അവസ്ഥ. നമ്മളെ എല്ലാവരെയും അവസാനം ഹിന്ദി തുടങ്ങി കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഭാഷകളിലെല്ലാം തുടങ്ങിയെന്നാണ്. പക്ഷേ എനിക്ക് തെറ്റിപ്പോയി. ബിഗ് ബോസ് കന്നഡ സീസൺ 10 കഴിഞ്ഞിരിക്കുന്നു. ബിഗ് ബോസ് തമിഴ് ആൻഡ് തെലുങ്കു സീസൺ 7 കഴിഞ്ഞു. ഈ വർഷം 2024 സീസൺ 8 ആണ് അവിടെ നടക്കാൻ പോകുന്നത്. അതായത് ഏറ്റവും പിന്നിൽ നമ്മളാണ്. പിന്നെ ആലോചിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് നമ്മളെപ്പറ്റി തന്നെ ഓർത്ത് അഭിമാനം തോന്നിയത്. കാരണം ഈ ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ, അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ബാക്കി ഭാഷകളിലെല്ലാം ടെസ്റ്റ് ചെയ്ത് വിജയിച്ചതിന് ശേഷമാണ് മലയാളത്തിലേക്ക് വന്നത്. മലയാളം സേഫാണെന്ന് പ്രോപ്പർ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ മലയാളത്തിലേക്ക് വന്നത്. മലയാളികൾ ഡീസൻ്റ് ആയതുകൊണ്ട് മറ്റുള്ളവർ തമ്മിൽ തല്ലുന്നത് കാണാൻ ഇഷ്ടമല്ലായിരിക്കും എന്നവർ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. നമുക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നാട്ടുകാർ തമ്മിൽ തല്ലുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം ഈ പ്രൊഡ്യൂസേഴ്സിന് അറിയത്തില്ല. അത് തന്നെയാണ് ഇവിടെ പറ്റിയത്. അവർ മലയാളത്തിൽ തുടങ്ങാൻ കുറച്ച് താമസിച്ചു പോയി. അന്യൻ്റെ വഴക്കും അവരുടെ അടിയും കപ്പലിൻ്റെയും കുറച്ചുകൊണ്ടിരുന്ന് കാണാൻ എന്ത് രസമല്ലേ. അതാണ് നമ്മൾ വീട്ടിലിരുന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കിട്ടാത്ത തല്ലെല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. തല്ല് നമുക്ക് കിട്ടിയാലല്ലേ നമുക്ക് വേദന എടുക്കും. എന്തായാലും ഈ ബിഗ് ബോസ് കാണുന്നതിൽ 80% പേരും ചിന്തിക്കുന്നത് തങ്ങൾ ആ സ്ഥലത്തായിരുന്നെങ്കിൽ, തങ്ങൾ അതേ പൊസിഷനിലായിരുന്നെങ്കിൽ ഇതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമായിരുന്നു, ഇത്തരം വഴക്കുകൾ ഒഴിവാക്കുമായിരുന്നു, ടാക്ടിക്കലി ഹാൻഡിൽ ചെയ്യുമായിരുന്നു എന്നൊക്കെയാണ്. തെറ്റിദ്ധാരണ മാത്രമാണ്. നിങ്ങൾ അതേ കണ്ടീഷനിലാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. തെറ്റിദ്ധാരണ എല്ലാം മാറ്റി വെച്ചേക്കുക. നമ്മളിൽ പലരും ഈ കണ്ടസ്റ്റൻസിനെ കുറ്റം പറയുന്നത് ഒരു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് പോലും കളിക്കാത്ത ഹർഷ് വോഗലെ കമന്ററി ബോക്സിലിരുന്ന് സച്ചിൻ ടെണ്ടുൽക്കറുടെ ഷോട്ട് സെലക്ഷനെ പറ്റി കുറ്റം പറയുന്നത് പോലെയാണ്. ഹർഷ് വോഗലേക്ക് ഷോട്ട് സെലക്ഷൻ അറിയാമായിരുന്നുവെങ്കിൽ കക്ഷി എന്നേ ഇന്ത്യൻ ടീമിൽ എത്തിയേനെ. പക്ഷേ കക്ഷി കുറ്റം പറയും. അതുപോലെ തന്നെയാണ് നമ്മളും. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഗാലറിയിലിരുന്ന് കുറ്റം പറയുന്ന പോലെ ഗ്രൗണ്ടിലിറങ്ങി കളിക്കാൻ പറ്റുമെന്നാണ്. നമ്മൾ ബിഗ് ബോസിൽ തുടങ്ങി ക്രിക്കറ്റിലെത്തി. ഇന്ത്യയുടെ ദേശീയ വിനോദം ഹോക്കി ആണെങ്കിലും ക്രിക്കറ്റിലാണല്ലോ ഇവിടെ റീച്ച് കൂടുതൽ. എന്തായാലും നമുക്ക് ബിഗ് ബോസിലേക്ക് മടങ്ങി വന്നാൽ ഇത്തവണ വരുന്ന കണ്ടസ്റ്റൻസിൽ മാക്സിമം പേരും ആണുങ്ങൾ, എസ്പെഷ്യലി അഖിൽ മാരാറിനെ അനുകരിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. അഖിൽ മാരാർ എന്നൊരു യാർഡ് സ്റ്റിക്ക്, ഒരു റെഫറൻസ് പോയിന്റ് അവർ വെച്ചിട്ടുണ്ടാവും. ആ രീതിയിലുള്ള മെയിൽ ഷോവിനിസവും ടോക്സിക് ബിഹേവിയറും ഒക്കെ അവർ ട്രൈ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അഖിൽ മാരാർ അത്തരം ബിഹേവിയറിലൂടെ, അത്തരം പെരുമാറ്റത്തിലൂടെ വിജയിച്ചു, പ്രശസ്തി കിട്ടി, ഫെയിം കിട്ടി, ഇപ്പോൾ ഉദ്ഘാടനങ്ങൾ കിട്ടുന്നു, കാശുണ്ടാക്കുന്നു. ആ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ഇപ്പോൾ എല്ലാവർക്കും. അറ്റ്ലീസ്റ്റ് 80% കോണ്ടസ്റ്റൻസും ആ രീതിയിൽ ശ്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഒരു പണിയും നടക്കില്ല എന്ന് അറിഞ്ഞുകൊള്ളുക. കാരണം ഒരാഴ്ച നിങ്ങൾക്ക് അഖിൽ മാരാറായിട്ട് ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതുപോലെ അഭിനയിക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങളിലെ യഥാർത്ഥ നിങ്ങൾ പുറത്തു വരും. TV ഇല്ല, വാച്ച് ഇല്ല, മൊബൈൽ ഫോൺ ഇല്ല, ന്യൂസ് പേപ്പർ ഇല്ല, പുറത്തു നിന്ന് സംസാരിക്കാൻ ഒരാൾ പോലും ഇല്ലാത്തപ്പോൾ എത്ര നാളെന്ന് വെച്ചാണ് അഭിനയിച്ച് പിടിച്ച് നിൽക്കുക? യഥാർത്ഥ സ്വഭാവം പുറത്ത് വരിക തന്നെ ചെയ്യും. ഈ ഷോയുടെ ക്രിയേറ്റേഴ്സ്, അതായത് ഈ ഷോ കണ്ടുപിടിച്ച ആൾക്കാർ
ഈ ഷോയുടെ ഫോമാറ്റ് ഡിസൈഡ് ചെയ്ത ആൾക്കാർ മണ്ടന്മാരല്ലല്ലോ. അപ്പോൾ അഖിൽ മാരാറോ സാബുമോൻ അബ്ദുസമദോ ഒക്കെ ആകാനായിട്ട് കുപ്പായം തയ്പ്പിച്ച് റെഡിയായിട്ട് നിൽക്കുന്നവർ ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക, ഒടുക്ക നിങ്ങൾ അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന സ്ഥിതിയാവും. ജനങ്ങൾ തിരിച്ചറിയും, നിങ്ങൾ ഔട്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം വെച്ച് തന്നെ പെരുമാറുക, യഥാർത്ഥ ഗെയിം തന്നെ കളിക്കുക. ഗെയിം വേണമെങ്കിൽ പുറത്തുനിന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക, മറ്റുള്ളവരുടെ പെർഫോമൻസിന് മുകളിലെത്താൻ ശ്രമിക്കുക. എങ്കിൽ നിങ്ങൾ തന്നെയാവും വിജയി. അതിന് സംശയം എന്താണ്? അല്ലാതെ നിങ്ങൾക്ക് മറ്റൊരാളായി അവിടെ പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാവുക. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 തുടങ്ങി കഴിയുമ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ, അനാലിസിസ് ഒക്കെ ഞാനും ഷെയർ ചെയ്യുന്നതായിരിക്കും. ആ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.